ഇനി അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എൻ്റെ ഒരു പ്രസംഗമാണ്, അല്ല ജയരാജ് സാറിൻ്റെ പ്രസംഗമാണ്. ജയരാജ് സാറിൻ്റെ പെർഫോമൻസ് ആണ്. Our Secretary, Mr. P.C. Shivdas, please come over stage for felicitation of our special invitees. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സുഹൃത്ത് സംഘടനകളിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. കേന്ദ്രീയ നായർ സാംസ്കാരിക സംഘത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് സുജിത് മോഹൻ പിള്ളൈ, അദ്ദേഹം സോണൽ കോർഡിനേറ്ററാണ്. അതുപോലെ ശ്രീ നാരായണൻ പൊതുവാൾ. അത് ശ്രീ ഹരിദാസ് പിള്ളൈ, വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ ആദരിക്കും. അയ്യപ്പ സേവാ സംഘം പൻവേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് എത്തിയിട്ടുള്ള ശ്രീ KB അജിത് കുമാർ പ്രസിഡൻറ്റ്, ശ്രീ ബിനു തങ്കപ്പൻ ജോയിൻറ്റ് സെക്രട്ടറി. ഇത് SNDP യോഗം പൻവേൽ ശാഖായോഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ശ്രീ വിജയൻ V പ്രസിഡൻറ്റ്, സെക്രട്ടറി ശ്രീ N അനിരുദ്ധൻ. അവരെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ K നായർ. അടുത്തത് ശ്രീ നാരായണ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിൻ്റെ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ വാസു. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായിട്ട് ഷാജി PM ട്രഷറർ. പൻവേൽ മലയാളി സമാജത്തിൻ്റെ ആരാധ്യനായ ശ്രീമാൻ സതീഷ് നായർ, അതുപോലെ ഹരിഹരൻ സർ. ആദരിക്കുന്നതിനായിട്ട് ശ്രീ മുരളീധരൻ P നായർ, ശ്രീ വേണുഗോപാൽ. ഹിന്ദു സേവാ സമിതിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ശ്രീകുമാർ നായർ, ജയേഷ് നമ്പ്യാർ. അടുത്തത് ഖാന്ദേശ്വർ ഭക്തമണ്ഡലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ പുരുഷോത്തമൻ നായർ, ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ രാജീവ് R നായർ. ശ്രീ പുരുഷോത്തമൻ നായർ, കാന്തേശ്വർ ഭക്തമണ്ഡൽ സെക്രട്ടറി. ആദരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ രാജീവ്. അടുത്തത് ഭാരത് ഭാരതി രാഷ്ട്രീയ സ്വയം സേവക സംഘിനെ റെപ്രസെൻ്റ് ചെയ്തെത്തിയിട്ടുള്ള ശ്രീ വിജയകുമാർ ആൻഡ് രാമചന്ദ്രൻ. അവരെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ PG നായർ അവറുകളെ വിളിക്കുന്നു. ശ്രീ PG നായർ അവറുകൾ. അടുത്ത ഇൻവൈറ്റ് ചെയ്യുന്നത് നായർ സേവാ സമാജ് നെരൂളാണ്. ശ്രീ സുധാകരൻ നായർ, വൈസ് പ്രസിഡന്റ്, ആൻഡ് പ്രസാദ് പിള്ളൈ, സെക്രട്ടറി. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി പ്രവീൺ P നായർ. പ്രവീണില്ല, മുരളീധരൻ മേനോൻ.
അടുത്തത് നായർ വെൽഫെയർ സൊസൈറ്റി കാമോട്ടയാണ്. അവിടെ നിന്ന് എത്തിയിട്ടുള്ള ശ്രീ ശശിധരൻ നായർ പ്രസിഡന്റ്, വിനു ഉണ്ണിത്താൻ വൈസ് പ്രസിഡന്റ്, മുരളീധരൻ നായർ സെക്രട്ടറി. 3 പേരെയും സ്റ്റേജിലേക്ക് വരിക. അവരെ ആദരിക്കുന്നതിനായിട്ട് മുരളീധരൻ പി നായരെ ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്, ശ്രീമാൻ ഭൂപേഷ് ബാബു. അദ്ദേഹം സെക്രട്ടറി ജനറലാണ് ICSWൻ്റെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയറിൻ്റെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആണ്. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഭൂപേഷ് സാറിനെ വിളിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ കെ നായർ. അടുത്തത് ന്യൂ ബോംബെ കൾച്ചറൽ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മനോജ് മാളവിക. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായിട്ട് ശ്രീമാൻ അനീഷ് നായരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അടുത്ത ആദരിക്കുന്നത് ശ്രീ മുത്തപ്പൻ സേവാ സമിതി പൻവേലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ ശശിധരൻ TK അവറുകളെയാണ്. ആദരിക്കുന്നതിനായിട്ട് വിനീത് മേനോൻ. നമ്മുടെ ഡോക്ടർ സന്തോഷ് സാറിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സന്തോഷ് സാറിനെ ആദരിക്കുന്നതിനായിട്ട് ശ്രീ സുനിൽ ദാസിനെ സ്റ്റേജിലേക്ക് വിളിക്കണം. താങ്ക് യു എവരി വൺ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ജയരാജേട്ടൻ്റെ പ്രോഗ്രാമിലേക്ക് നമുക്കിനി കിടക്കാം. നായർ സാംസ്കാരിക സമിതിയുടെ ഇത്രയും ഉജ്ജ്വലമായ, വളരെ ഗംഭീരമായ ഈ ഒരു വേദിയിൽ കുറച്ച് നേരം നമുക്ക് നമ്മളാ കഴിയുന്ന രീതിയിലുള്ള ചില നർമ്മങ്ങളൊക്കെ പറഞ്ഞ് ഈ സമയം അങ്ങ് കഴിച്ചു കൂട്ടാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഡോക്ടർ ലക്ഷ്മി ശങ്കറിൻ്റെയും മിസ്റ്റർ പീയൂഷിൻ്റെയും അവരുടെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും പുറത്ത് പോകേണ്ടി വന്നു. പക്ഷെ എനിക്ക് വേസ്റ്റ് ആയില്ല, കാരണം അവിടെ സ്ക്രീന് പിന്നെ ശബ്ദം ഞാൻ പോയ സ്ഥലത്ത് കേട്ടു. അത് കാരണം ഞാൻ എണീറ്റ് പോയതിൽ വേറെ ഒന്നും തോന്നരുത്. നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ ഇവിടെ ഇവർ നടത്തിയ ഒരു വലിയ ചർച്ചയുണ്ടല്ലോ, വലിയ ആവക കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ, കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കേൾക്കാൻ സുഖമാണ്, പക്ഷെ നമ്മുടെ ഇതിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ചിരിപ്പിക്കുക, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, പീയൂഷ് അദ്ദേഹം പറഞ്ഞല്ലോ, ഒന്നുകിൽ ചിരിപ്പിക്കുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാഷ കൊണ്ടാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എവിടെ പോയാലും എൻ്റെ ഭാഷയാണ് സംസാരിക്കുക. അപ്പോൾ ചോദിക്കും, ഈ ബോംബെയിലേക്ക് വരുമ്പോഴും അമേരിക്കയിലേക്ക് പോകുമ്പോഴും യൂറോപ്പിലേക്ക് പോകുമ്പോഴും ഗൾഫിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഈ മലയാളം കൊണ്ടാണോ? അല്ല, അതിനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞിട്ട് 1 glass of water please. എൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവർ പിടിച്ചെടുക്കും, ഇയാൾക്ക് വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ചെറിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷ പറയാൻ എല്ലായിടത്തേക്കും നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഭാഷയ്ക്ക് വേണ്ടിയാണ്. അതാണ് എൻ്റെ മലയാളം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. തുഞ്ചൻ തണ്ടിരുനാരായത്തിൻ തുഞ്ചൻ തണ്ടിരുനാരായത്തിൻ തുഞ്ചേത്തൂഞ്ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം.
തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചത്തു ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം, ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയത്തിരുമൊഴി മലയാളം, ഹൃദയത്തിരുമൊഴി മലയാളം, മലയാളം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചത്തു ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. ഏറ്റവും കൂടുതൽ കുട്ടികൾ മലയാളം പറയാത്ത, ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രം മലയാളം പറയുന്ന ഒരു നാടാണ് കേരളം. വലിയ അക്രമമാണ്. കുട്ടികൾക്കൊന്നും ഇതെന്താ സാധനം തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ ഹിന്ദി ഭാഷ വേണം. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് വീട്ടിലെ പട്ടിയുണ്ട്. അവനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ വീട്ടുകാർ അടച്ചുപൂട്ടി പോയിട്ട് അവനെ ഞാൻ രക്ഷപ്പെടുത്തി ഏൽപ്പിച്ചതാണ് ആളുകൾക്ക്. അവനാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ വരാ വരാ. വീടിൻ്റെ ഇടതുഭാഗത്തെ വീട്ടിലെ പട്ടിയുണ്ട്. മതിലിൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ട് വീടിന്റെ വലതുഭാഗത്ത് അയ്യോ അവിടത്തെ എന്ന് പറഞ്ഞ വെളുത്ത് രോമങ്ങളുള്ള പട്ടിയാണ്. പിൻഭാഗത്തെ പട്ടിയോ അവൻ അതിഭീകരനാണ്. ഒന്നുകൂടെ മതിലിന്റെ മുകളിൽ കയറിയിട്ട് ഇപ്പൊ വേറൊരു ചെറിയൊരു വീട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു അണുകുടുംബം വീട് വന്നു. ആ പട്ടി എൻ്റെ ഉറക്കം കെടുത്തും. രാത്രി 2 മണി 3 മണിക്കൊക്കെ രാത്രി വന്ന് നിരന്തരമായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. 1 മണി 2 മണിക്ക് ശേഷം വരുള്ളൂ. ഞാൻ വന്നൊന്നും ഇത്തിരി ചൂടുവെള്ളം മേലൊഴിച്ചിട്ട് കിടക്കാൻ നേരത്തായിരിക്കും എൻ്റെ മരണമൊഴി മുഴക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ ഈ 4 ഭാഗത്തും പട്ടികളായതുകൊണ്ടും റോഡ് നിറയെ തെരുവ് പട്ടികളായതുകൊണ്ടും എൻ്റെ വീടിൻ്റെ വഴി എന്ന് പറയുന്നത് പട്ടികൾക്ക് സ്വൈരവിഹാരം നടത്താനുള്ളൊരു സ്ഥലമായതുകൊണ്ടും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ പട്ടി വേണോ? ഒരു പട്ടി വളർത്തല്ലേ ചോദിച്ചു. ഭാര്യ പറഞ്ഞു അത് വേണ്ട. അതെന്താ? അത് വേണ്ടെന്നേ, മുമ്പിലും പിന്നിലൊക്കെ പട്ടി ഉണ്ടല്ലോ. എന്നുകൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നോട് പറയും, പിന്നെ അതിനേക്കാൾ നന്നായി കുരയ്ക്കുന്ന ഒരാൾ വീട്ടിലുള്ളത് കൊണ്ട് പട്ടിയുടെ ആവശ്യമേ ഇല്ല എന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്. നല്ല നർമ്മബോധം അല്ലേ? അതാണ് നമ്മുടെ കേരളം. അല്ല, ഒരിക്കലും ഞാൻ ഒമാൻ എയർവേസിൽ ആകെ 8 സീറ്റേ ഉള്ളൂ ഈ ബിസിനസ് ക്ലാസ്സിൽ. അതിൽ ഒരെണ്ണം ഇങ്ങനെയൊക്കെ ഞാൻ തരപ്പെടുത്തി ഇരിക്കുമ്പോൾ ഒരു സ്യൂട്ടും കോട്ടും ഇട്ടിട്ട് കണ്ട അതിസുന്ദരൻ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, ഹലോ ശ്രീകണ്ഠൻ നായർ, എവിടെ പോകുന്നു? എന്നെ നോക്കിയിട്ട് എന്താണ് ബന്ധം? ഈ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒരു അരമണിക്കൂർ ഓഫ് ചെയ്യപ്പെട്ട എന്തായിരിക്കും? എല്ലാം തകരും. ഇവിടെ കേരളത്തിലുള്ള മനുഷ്യരുടെ ടെലിഫോണെല്ലാം ഒരു ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടിടാൻ പറഞ്ഞാൽ സഹ്യപർവ്വതം നാണിച്ച് തല താഴ്ത്തും. അത്രയ്ക്കധികം ഫോണുകളാണ്. അവനാണ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി കേട്ടോ. ഏറ്റവും വലിയ സൃഷ്ടിയാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിലാണ് ഇപ്പം എന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സൃഷ്ടിയാണ്. കാരണം ടെക്നിക്കലി, അതായത് സാങ്കേതിക വിദ്യയുടെ എന്താ പറയുക, ഉദാത്തമായ ഏറ്റവും വലുതാണ് ആ സാധനമാണ് ഏറ്റവും വലിയ സൃഷ്ടി. നമുക്ക് പഠിക്കാൻ, നമുക്ക് വായിക്കാൻ, നമുക്ക് സന്ദേശങ്ങൾ അയക്കാൻ, പിന്നെന്താ വേണ്ടത്? നമുക്ക് വിസ വരാൻ, നമുക്ക് ടിക്കറ്റ് ഇങ്ങോട്ട് അയക്കാൻ, അങ്ങോട്ട് അയക്കാൻ, കൂട്ടുകാരോട് സന്ദേശങ്ങൾ കൈമാറാൻ, ഒരുത്തനെ കുറിച്ച് പരദൂഷണം പറയാൻ, എല്ലാത്തിനും വേണത്. ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു സ്ഥിതി നടക്കുകയാണ്. ഇത് തന്നെയാണ് സംഹാരമൂർത്തി. ഒരുത്തനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനുണ്ടല്ലോ, കിണഞ്ഞ് പരിശ്രമിക്കുന്ന എല്ലാവരും അതിനകത്ത്. ഒരാൾ ചവിട്ടിയാൽ മതി, ലോകം മുഴുവൻ ചവിട്ടും.
ഒരാൾ ഇപ്പം ജയരാജ് വാര്യരെ പറ്റി എന്തും പറയാം, പറഞ്ഞിട്ടൊരാൾ അങ്ങോട്ടൊരു നെഗറ്റീവ് സാധനം ഇട്ടാൽ ലോകം മുഴുവനുള്ള ആൾക്കാർ എൻ്റെ പുലയടിയന്തരം നടത്തിച്ച് ആ സാമ്പാറും കഴിച്ചിട്ട് ആ അടപ്രഥമനും നക്കി തുടച്ചിട്ടേ പോകുള്ളൂ. ഭാര്യ ഭർത്താവിനെ നോക്കൂ, ദേ ഇവിടെ ദേ, അങ്ങനെയായിരുന്നു. അതാണ് അന്ന് 50-കൾ. 60-കളിൽ ചേട്ടാ എന്ന് വിളി തുടങ്ങി. ഷീലേക്ക് വിളിക്കുന്ന കേട്ടാണ്ടല്ലോ, എൻ്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ്റെ ആ മുഖം കാണുമ്പോൾ അന്ന് എന്തിനാണ് വേലിപ്പഴുതിലൂടെ എന്നെ വെറുതെ നോക്കിയതാ? ചേട്ടാ പ്രയോഗം കുറേ കാലം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും അതായിരിക്കും. 60-കളിലൊക്കെ അല്ലേ, പ്രണയവും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി ബോംബെയിലൊക്കെ വന്ന് പാനവേലിലൊക്കെ താമസിച്ച് ജീവിതത്തിൻ്റെ വലിയൊരു അതെ ചേട്ടാവിളിയുടെ കാലം. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാം വലിയ യോഗ്യന്മാരായി. ജീവിതത്തിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IASകാർ, IFSകാർ, IRSകാർ, അങ്ങനെ കോളേജ് ലെക്ചറർമാർ, പ്രൊഫസർമാർ, ബാങ്ക് മാനേജർമാർ, കല്യാണം കഴിക്കുന്ന അടുത്ത ബാങ്കിലെ മാനേജർ, അങ്ങനെ ഇപ്പോൾ പേര് വിളിക്കാൻ തുടങ്ങി. ഗോപാലകൃഷ്ണ, സാവിത്രി, നാരായണ, സുമതി. അതൊക്കെ പോയി. ഇപ്പോൾ പുതിയ സഹസ്രാബ്ദമാണോ സഹസ്രാബദ്ധമാണോ? സഹസ്രാബദ്ധം, പുതിയ അബദ്ധങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ പോയി. മറ്റൊരു വിളി തുടങ്ങി. എന്തടാ, ഞാൻ പറഞ്ഞില്ലേടാ, പോയി എടുത്തോണ്ട് വാടാ, എടാ ഈ കൊച്ചിനെ ഒന്ന് നോക്കടാ, എടാ അതൊന്ന് മാറ്റടാ, പ്ലീസ് ഡാ, ആടാ, ഐ ലവ് യു ഡാ, ഐ മിസ് യു ഡാ, ഡൂഡാ. ഈ ഡൂഡാ എന്നതിൻ്റെ അർത്ഥം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ അടുത്ത ജനറേഷൻ എന്താ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അടുത്ത തലമുറയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ഭീകരമായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഇരുന്നിട്ട് ആ ചിരി ഞാൻ കാണിച്ചു തരാം. ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഏത് സകലതും വിരിയും മുഖത്ത്. അതിപ്പോൾ ഏറ്റവും കൂടുതലുള്ള എന്താ വെച്ചാൽ ഈ ഞാൻ പറയണം അത് അകാല പ്രണയം, എന്താ പറയണ്ടേ, അത് നല്ല ചിരി, സൂപ്പർ ചിരി. ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളൊരു പ്രേമല്ലേ, അത് ഭയങ്കര മധുരമുള്ള കാര്യം കേട്ടോ. അതിലെ മെസ്സേജുകൾ വരുമ്പോഴാണ് അവരുടെ ചിരി. അത് കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കേറെ പ്രിയങ്കരനായി ഈ നടൻ്റെയും. അടുത്തത് ഏറ്റവും ഗംഭീരനായ ഒരാളാണ്. ആരാ മനസ്സിലായോ? സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നമ്മളും പെടും. അല്ല, ശാപ്പാട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? നല്ല തണുത്ത അന്തരീക്ഷം, അതിനുള്ള എന്തെങ്കിലും സെറ്റപ്പ് കൂടെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് എല്ലാം ഗംഭീരമാകുന്നത്. ദ്രാവക രൂപത്തിലാവാം, വാതക രൂപത്തിൽ വേണ്ട. അപ്പം എല്ലാവർക്കും കൂടി പാടിയാലോ? ഏതാ പാടേണ്ടത്? ഇത് തന്നെ ആവാം. കഴിച്ചോ? കണ്ടിട്ട് നന്നായി ഭക്ഷണം കഴിച്ച ഒരു മുഖച്ഛായ ഉണ്ട്. കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ പിന്നീന്ന് ഒരാൾ എന്നോട് കഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. കറുകാറേ കാർമുകിൽ കൊമ്പനാന പുറത്തേറിയഴും നള്ളും മൂർത്തേ ചികി ചികി ചക്കം ദൈ ദൈ ചികി ചികി ചക്കം ദൈ ദൈ ചികി ചികി ചക്കം ദൈ ചികി ചികി ചക്കം ദൈ ചികി ചികി ചക്കം ദൈ കർക്കിടകത്തേവരെ കുടം കുടം തുടം തുടം നീ വാർത്തേ ആ പാടുന്ന എന്ത് ചെയ്യാനും മനുഷ്യരെ കൊണ്ട്. കേട്ട് കാണും, ഞാൻ പേരാറ്റുപട വീട്ടിലെ അയ്യപ്പൻ നായർ. അല്ല, ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. വേണ്ട കൂട്ട. അപ്പൊ അങ്ങനെ നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ, പക്ഷെ ഇതൊക്കെ ഇവരെല്ലാം തിരുവനന്തപുരത്താണ് താമസം. തിരുവനന്തപുരത്ത് നമ്മൾ കൊല്ലംകാരുണ്ടോ? ഉണ്ടോ? എന്തുവാ അണ്ണ ജയരണ്ണ, എന്തുവാട്? പത്തനംതിട്ട ജില്ലക്കാരി എന്നോ സൗകര്യം വന്നു. പനുവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നോ എയർപോർട്ടാന്നേ. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ കുന്നാന്നേ, ചുറ്റും മലയാന്നേ. അല്ല, എനിക്ക് മറ്റേ പത്തനംതിട്ട ജില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാമി ശരണമയ്യപ്പ, ഒന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാ സംഭവിക്കണമെന്ന് ഈശ്വരനെ അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ.
സ്വാമി ശരണമയ്യപ്പ. കോട്ടയംകാരുണ്ടോ? ചോദ്യം തന്നെയാണ് ഉത്തരം. എന്നാ ഉണ്ട്, എന്നാ പറയാനാ? പുള്ളിക്കാരനെ കണ്ടായിരുന്നോ? എവിടെ നിന്ന് കാണാൻ? കല്യാണത്തിന് പോയായിരുന്നോ? ആര് വിളിച്ചിട്ട് പോകാൻ? അയ്യോ, പരവില്ല. NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചായിരുന്നോ? എന്നെ ക്ഷണിച്ചില്ല. നിങ്ങൾ പോയായിരുന്നോ? എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാ. ജയരാജ് വാര്യരെ കണ്ടായിരുന്നോ? അയാൾ എവിടെ നിന്ന് വരുന്നു? ചോദ്യം തന്നെ ഉത്തരം. കൂടെ തനിച്ചാണോ വന്നത്? പിന്നെ തനിച്ചല്ലാതെ എങ്ങനെ വരും? ഭാര്യ കൂടെ വന്നിട്ടുണ്ടോ? ഞാൻ ഭർത്താവായി പോയില്ലേ, ഇപ്പോൾ വരണ്ടായോ? എനിക്കറിയാൻ മേലെന്ന്. എനിക്ക് പറയാൻ മേല. പുള്ളിക്കാരൻ വരികയില്ല. പിന്നെ ആലപ്പുഴക്കാരുണ്ടല്ലോ അല്ലേ? ആലപ്പുഴക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോണ്ട് കൊച്ചാട്ടാ, കൊച്ചാട്ടാ, ദോണ്ടൊരു ആമ്പട്ടി പുറകരെ പെമ്പട്ടി പോകുന്നു, ദോണ്ട് എന്ന് പറയുന്ന ആലപ്പുഴക്കാരാന്നോ ചിരിക്കുന്നത്? പിന്നെ എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹം ചേർത്തലക്കാരനാണ്. മലയാളം പറയുന്ന പോലെയാണ് ഇംഗ്ലീഷ്. മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ്. That's why I am telling that India government facing so many problems. When I was defense minister, India government facing so much problems. That problem is not only not east but പടിഞ്ഞാട്ടങ്ങാടാണ്. മച്ചമ്പി പടിഞ്ഞാട്ട് പോണീനി, മച്ചുവായിൽ പോണീനി. നിങ്ങൾ എന്ത് പറയാനാണ്? എനക്കറിയാൻ പാടില്ല. അങ്ങാടാ, ഇങ്ങാടല്ല, എങ്ങാട്. അപ്പം ഞാൻ ഒരു കൊച്ചിക്കാരനോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ, ഞങ്ങൾ, നമ്മൾ അവസാനം പറയണ്ടേ? അയാൾ ചൂടായി എന്നോട് പറഞ്ഞു, നിങ്ങൾ, ഞങ്ങ, നമ്മ എന്ന് പറയുന്നത് ഞങ്ങയല്ല. പിന്നെ ചോദിച്ചു, പിന്നെ ആരാണ്? നിങ്ങയാണെന്ന്. അത് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ തൃശ്ശൂർക്ക് വരാം. എന്തിട്ടുണ്ട ശാരീത് അങ്ങനെ കൊണ്ട് എന്നെയൊക്കെ ഇപ്പോഴും തൃശ്ശൂർ ടൗണിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഈ കലോത്സവത്തിന് പോയപ്പോൾ എന്നെ കണ്ടുപിടിക്കുക, ജയരാജേട്ടൻ ഇപ്പം സിനിമയ്ക്കുണ്ടാ? ഇപ്പം സിനിമയില്ല. ഇല്ല അല്ലേ? നന്നായി. അയാൾക്ക് വല്ല ദ്രോഹം ചെയ്തോ ഞാൻ? പിന്നെ ഒരിക്കലും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ജയരാജേട്ടൻ്റെ ഇപ്പോൾ പടങ്ങളൊക്കെ ഉണ്ടാ? ഇപ്പോൾ 1-2 സിനിമകളുണ്ട്. അതിൻ്റെ അർത്ഥം ആരുടെ ഈ ശവീനേക്ക് വിളിക്കണേ? ഞാനും എൻ്റെ മകളും കൂടെ നഗരത്തിലൂടെ നടന്നു പോവുകയാണ്. എൻ്റെ മകളെ നിങ്ങൾ അറിയും, ഇന്ദുലേഖ. അവൾക്ക് എന്തോ ഒരു പ്രത്യേക തരം ഷൂ വാങ്ങിക്കണം എന്നിട്ട് ഇങ്ങനെ നടന്നു പോവുക. ഇവള് നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയാണ്. നടന്നു പോകുമ്പോൾ എന്നോട് ഒരാൾ അപ്പം ഞാൻ പറഞ്ഞു, ഒരാലക്കാലൊക്കെ ഞാൻ എൻ്റെ മോളത് ഈശോ ജയരാജേട്ടൻ്റെ മോളാ എന്ന്. നല്ല ആൾക്കാരല്ലേ ഞങ്ങളുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനാണ് തുടങ്ങുക. ഞാനീ കണിമംഗലം, എനിക്ക് ആ പൂരത്തിൻ്റെ എവിടെയും വായിക്കും നോക്കൊന്നും വേണ്ട. അതൊക്കെ കുറേ കാലമായിട്ട് കാണുന്നതും വായിക്കുന്നതും ഒക്കെയാണല്ലോ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കണിമംഗലത്തിൻ്റെ ഫസ്റ്റ് നട തുറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഞാൻ. അവിടെ നിന്നാണ് തുടങ്ങുക നമ്മുടെ പരിപാടി. എന്നെ കണ്ട വഴിക്ക് അപ്പോൾ പറയും, ദേ വന്ന് ജയരാജേട്ട, ഇനി ആ ഗഡിയുടെ ജാതി ഡയലോഗ് ഇഷ്ടോ? അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്ത് ജയരാജേട്ടൻ പറഞ്ഞെന്താ? ഒന്നുമില്ല, ഡിസ്ട്രിക്റ്റ് വിടണം സ്റ്റോന്ന്. ഡിസ്ട്രിക്റ്റ് വിടണം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി വിട്ടേക്കണം. അതാണ് പൂരം ആങ്കർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കഥകളുണ്ട് കേട്ടോ. ഈ തെക്കേ ഗോപുരം നടയിൽ കുടമാറ്റം ആങ്കർ ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബാൻഡ് പുറത്തുനിന്ന് ഞാൻ പൂരത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് കവിത പാടും, ആ പാട്ട് പാടും. അതിനിടയ്ക്ക് ആനകളെ പറ്റി പറയും, മേളവിദഗ്ധന്മാരെ കുറിച്ച് പറയും, ബഹുപുരുഷാരത്തെക്കുറിച്ച് പറയും, ശക്തനമ്പുരാനെ കുറിച്ച് പറയും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പാണത് എന്തൊരു പാണത്, അങ്ങനെ എല്ലാവരും. അതിൻ്റെ ഇടയിൽ തൃശ്ശൂർക്കാരനെ മാത്രം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ഒരു ക്യാമറയിൽ നിന്ന് 10-15 ക്യാമറ ഉണ്ട്. അപ്പം എന്നോട് ഇങ്ങോട്ട് ഒരു ക്യാമറ മറ്റൊരു ക്യാമറയ്ക്ക് സ്വിച്ച് ചെയ്തപ്പോൾ താഴെ നിന്നിട്ട് ഒരുത്തൻ എന്നെ നോക്കിയിട്ട്, അവൻ പറയുന്ന സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ എന്നെ തെറി വിളിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ നോക്കി, ദൈവം ഇതെന്താണ്? ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള 2 ആളെ വിട്ടിട്ട് അവനൊന്ന് ബ്ലോക്ക് ചെയ്തു. എന്താ പറയുക, എന്തിനാ എന്നെ പണിയണമെന്ന് അറിയണ്ടേ? എന്നെ പണിയേ? ഞാൻ ഇറങ്ങി ചെന്നിട്ട് കഴിയുമ്പോൾ ചോദിച്ചു, നീ എനിക്കിട്ട് പണിയാ?
അപ്പം ജയരാജേട്ടൻ എന്തൊരു തേങ്ങ പറഞ്ഞത്. ജയരാജേട്ടൻ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ജയരാജേട്ടനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ എന്തോരം കോൺഫിഡൻസ് ഉണ്ടെന്നറിയാൻ ഞാനൊരു നമ്പർ കിട്ടാല്ലേ, അതിനെന്തിനാ കലിക്കിന് ഗഡുവ് എന്ന് വെച്ചു. കലിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാവലാണ്. ഗഡുവ് എന്ന് പറഞ്ഞാൽ ഗഡുവ് അറിയാലോ, ഒരാളെ ഇത് ഗഡുവ് കേട്ടാ എന്ന് പറഞ്ഞാൽ കുറിക്കമ്പനികളുടെ നാടാണ്. ഗഡുക്കളായി പണം അടച്ചിട്ട് കുറിക്കമ്പനി പൊട്ടിയപ്പോഴാണ് ഗഡ് വൈസ്റ്റോ എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ ദേശീയ വാക്ക്, ഞങ്ങളുടെ തൃശ്ശൂർ മലയാളത്തിൻ്റെ ദേശീയമായ വാക്ക് എന്താ അറിയോ? തേങ്ങ. തേങ്ങ തന്നെ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞു. കേരളത്തിലെ 13 ജില്ലകളിൽ തേങ്ങ എന്നാ പറയുന്നത്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ തൃശ്ശൂർക്കാരെന്താ പറയാ? നാളരണ്ടാ, നാളരണ്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ പരീക്ഷിക്കാൻ ഒരാൾ, ഞാനൊരു റൗണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ആൾ വന്നിട്ട് ഒരു തേങ്ങ ഇതെടുത്ത് കൊണ്ടിട്ട് എന്നോട് ചോദിച്ചു, ജയരാജേട്ടൻ തൃശ്ശൂർ ഭാഷയിൽ ഇതിനെന്താ പറയുക? ഞാൻ അത് മേടിച്ചിട്ട് ഇത് എന്തൊരു തേങ്ങ ഇത് നാളേരല്ലേ എന്ന് ചോദിച്ചു. അയ്യോ, കോട്ടയത്ത് നിന്ന് ഒരാൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ മുകളിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, മകൻ, 4 മെമ്പർമാരുണ്ട്. ഇയാൾ മുകളിൽ താമസിക്കുകയാണ്. അയാൾ KSRTCയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ താമസം തുടങ്ങിയപ്പോൾ ഇയാളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ, ഒരു ദിവസം ആ താഴെയുള്ള വീട്ടിലെ 4 മെമ്പർമാർ എത്ര പ്രാവശ്യം തേങ്ങ എന്ന് പറയുന്നത് എഴുതി വയ്ക്കാൻ തുടങ്ങി. ഒരു ദിവസം 250-300 തവണ തേങ്ങ എന്ന് പറയുന്നു. ഭർത്താവ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിട്ട് ഭാര്യയോട് എന്തൊട്ട് തേങ്ങയിലെ കൂട്ടാൻ്റെ ഇത് തേങ്ങ. അപ്പോൾ പറയും, ആ പിന്നെ നിങ്ങൾ തെണ്ടിച്ചു കൊണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാളെ അത് തേങ്ങ എന്ന് പറയുന്ന ഭാര്യ. അപ്പോൾ അച്ഛൻ പറയുന്നു, നീ എന്നിട്ട് അവൻ്റെ പെക്കട്ടെ നിന്നിടാ തേങ്ങ എന്ന് പറയുന്നു. അപ്പോൾ ഭാര്യ പറയുന്നത് എന്തൊട്ട് തേങ്ങയിലെ മൂടെങ്കിലും ആയിക്കോട്ടെ അവിടെ എന്ന് പറയുന്നു. ചെക്കൻ പറയുന്നത്, ഇതെന്തൊട്ട് ഫോണത് വലിച്ചെറിയും ഞാനിതാ, എനിക്കൊരു ഐഫോൺ മേടിച്ചിട്ട് മതി തേങ്ങ. കോഴിക്കോട്ടുകാരുണ്ടോ? ബെസ്റ്റ് ആൾക്കാരാട്ടോ. ഉച്ചാറ് പരിപാടി ചേട്ടാ നിങ്ങളുടെ പരിപാടി. ചേട്ടല്ലേ നല്ല പരിപാടി ചേട്ടാ നിങ്ങളുടെ പരിപാടി. ഇപ്പം പരിപാടി ഉണ്ട് നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ സിനിമയിൽ കാണുന്ന മാതിരിയല്ല നേരിട്ട്. അതെന്ത് സിനിമയിൽ കാണുമ്പോൾ വലിയ മോന്ത, ഇവിടെ നിന്നപ്പോൾ ഈ ഒരു മോന്ത, TV-യിൽ കാണുമ്പോൾ ഇത്രയുള്ള അതെന്ത്? പാവ അയാളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ വെറുതെ ചിരിക്കുക നമ്മളെ കണ്ട. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാളിങ്ങനെ എന്നെ നോക്കി, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഞാൻ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ വിളിച്ചു, താൻ എന്തെങ്ങനെ ചെയ്ത്? എനിക്ക് നിങ്ങളെ കണ്ടാൽ ചിരിയാ വരിക, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ. അതാണ് നല്ല ആൾക്കാരല്ലേ, ബെസ്റ്റ് ആൾക്കാർ. കണ്ണൂക്കാർ ഓനാടെ പോയിനപ്പോൾ ഓനാടെ പോയിട്ട് ആടെ പോയിട്ട് ഏച്ചീൻ്റെ ഒപ്പരം പോയിച്ചീ, ഏതോ ബസ്സിൽ കയറി പയ്യോട്ട് കഴിഞ്ഞ് പാഞ്ഞ് എന്ന് പറയുന്ന എന്തൊരു അല്ലേ. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ണൂർ പരിപാടിക്ക് പോയിരുന്നു. അത് പിന്നേന്ന് വാക്കില്ല, അത് പിന്നെ ചേറായിട്ടാ അങ്ങനെ കണ്ണൂക്കാർ. കാസർഗോഡുകാർ പറഞ്ഞു ഒന്നും മനസ്സിലായി. നിങ്ങൾ ചേരാ വരെ ബാ, നിങ്ങൾ സിനിമ ചോദിക്കുക ബാ, നിങ്ങൾ അവിടെ വന്നിരുന്ന ബാ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഭാഷകളാണ്. ഇതൊക്കെയാണല്ലോ നമുക്കൊരു നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. എന്താ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മ. അതാണ് ഇന്നത്തെ പോയിന്റ്. ഇതൊക്കെ ഓർക്കുക. ഓർമ്മകളില്ലാതായാൽ കഴിഞ്ഞു പണി. ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഓർമ്മകളുടെ റെസ്പോൺസാണ്. ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ട സിനിമയിലെ ദൃശ്യങ്ങൾ വരുന്നത് ഓർമ്മകളിൽ നിന്നാണ്. വയലാറിൻ്റെ പാട്ട് വരുന്ന ഓർമ്മകളിൽ നിന്നാണ്. ഭാസ്കരൻ മാഷ്ട പാട്ട് വരുന്ന ഓർമ്മകളിൽ നിന്നാണ്. എല്ലാം ഓർമ്മകളാണ്, അതിമനോഹരങ്ങളായ ഓർമ്മകൾ. അതാണ് ജീവിതം. അപ്പോൾ എൻ്റെ ഓർമ്മ വിനീത അവിടെ ഞാൻ ഒരു പാട്ട് വെച്ച് നമുക്ക് പൂരത്തിൻ്റെ പാട്ട് പാടിയല്ലോ. നമ്മുടെ തൃശ്ശൂർ പൂരം കണ്ടുണ്ടോ ശരിക്കും? തൃശ്ശൂർ പൂരം കണ്ടു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. തൃശ്ശൂർ പൂരത്തിൻ്റെ പാട്ട് വേണോ അനാർക്കലിയിലെ പാട്ട് വേണോ? തൃശ്ശൂർ പൂരത്തിൻ്റെ മതി അല്ലേ? എന്നാ മറ്റേ മൈക്കും കാട്ട് ആ സാധനം ഒന്ന് വയ്ക്കി. ഒരു സംഗീതം ഒന്ന് ഒഴുകിയാലേ ശരിയാവുള്ളൂ. അത് നല്ല പാട്ട്. അത് ഗുരുവായൂരപ്പൻ്റെ, അത് ഈ സുമത്തിന് വേണ്ടിയാണ്. അത് വെച്ചോ സുമ ഗുരുവായൂരുകാരില്ലേ. സഖി കാണുമ്പി രാസവിലാസവതീരാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാണുമ്പി കണ്ണന്റെ പ്രിയ
കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി കാളിന്തി. ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദ ചൂടമണിഞ്ഞാനും ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദ ചൂടമണിഞ്ഞാനും നിന്നല കൈകളിൽ വീണമർന്നാലേ കണ്ണന് നേർവൃതിയാകൂ കണ്ണന് നേർവൃതിയാകൂ കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി കാളിന്തി. പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാനും പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാനും നിന്റെ വൃന്ദാവന പൂച്ചൊടിയാലേ കണ്ണന് നേർവൃതിയാകൂ കണ്ണന് നേർവൃതിയാകൂ കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി കാളിന്തി. വയലാറിന് അവസാനമായിട്ട് അവാർഡ് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ലാസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്. ചുവന്ന സന്ധ്യകൾ 1975, രചന വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ മാസ്റ്റർ, ആലാപനം ആദരണീയനായ ദാസേട്ടൻ. അടുത്ത ഏതാ? നമുക്ക് അങ്ങനെ പടക്കാം അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ അഭിനയിച്ച പടമാണ്. എൻ്റെ അവകാശമാണ് ഈ പാട്ട്. ബോംബെക്കാരനായ രാജീവ് ഗോവിന്ദൻ്റെ പാട്ടാണ്, വിദ്യാസാഗറിൻ്റെ പാട്ടാണ്. ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ഒരു തീയം എന്നെ പിരിഞ്ഞ നേരത്തു പൊഴിഞ്ഞതൊക്കെയും പാഴില കരഞ്ഞു നീലിച്ച കനവിലൊക്കെയും കരിമുകിലിൻ ചാകരാ ഒരു തീ വളൊരു തീ പാലൊഴുകും ചെറിവരത്തി ഒരു തീ വളൊരു തീ പാലൊഴുകും ചെറിവരത്തി ഒരു തീയെന്നെന്നും അറിഞ്ഞ നേരത്ത് വിരിഞ്ഞതൊക്കെയും പോനില തിരഞ്ഞു പോയൊരാ കടവിലൊക്കെയും നിറമെഴുതിയ താമര ഈ രാവൊരു രാവല്ല ഇക്കാറ്റ് മൂളണ ശീലല്ല ഇന്നേരമിളകിയ തിരയല്ല ഇതിലൊന്നും അവളില്ല ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ. ആരുമില്ലേ?
കടമ്പുമര ചൊട്ടിലാരിലെ നാണമിത്തിരി ചോർന്ന നാൾ ഇളങ്കൊയിലിന്നേർത്തൊരീണം ചേർന്ന ചുണ്ടാൽ കോറി നീ തലങ്ങും വിലങ്ങും കോറി നീ ഓർക്കുന്നുണ്ടോ നീ ഓർത്തെടുക്കു നീ കാണുന്നുണ്ടോ നീ കണ്ടു നിന്നു ഞാൻ പാലോടും പ്രായം പോയാൽ കാര്യം തീരൂലേ ആ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ആ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ മഴക്കോളു തിങ്ങിയ കത്തു നീട്ടി നീ പോയ നാൾ പുറംകടലിൽ രാവു നീളെ ചങ്ക് കാഞ്ഞു പാടി ഞാൻ നുറുങ്ങി നുറുങ്ങി പാടി ഞാൻ കേൾക്കുന്നുണ്ടോ നീ കേട്ടിരിപ്പു നീ കാക്കുന്നുണ്ടോ നീ കാത്തിരിപ്പു ഞാൻ പാലോടും ശീതക്കാറ്റിൽ മാറോടൊട്ടു നീ ആ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ആ ഒരു തീ അവളൊരു തീ പാൽമണക്കും കതിരൊരു തീ ഒരു തീയം എന്നെ പിരിഞ്ഞ നേരത്തു പൊഴിഞ്ഞതൊക്കെയും പാഴില കരഞ്ഞു നീലിച്ച കനവിലൊക്കെയും കരിമുകിലും ചാകര ഈ രാവല്ല ഈ കാറ്റ് മൂളണ ശീലല്ല ഇന്നേരമിളകിയ തിരയല്ല ഇതിലൊന്നും അവളില്ല. രാജീവ് സ്ഥലത്തില്ല ഉണ്ടെങ്കിൽ അയാൾ വന്നേനെ. അയാൾ താമസിക്കുന്ന എവിടെ? കാന്തിവലി. അപ്പൊ അടുത്ത പൂരത്തിന്റെ പാട്ട് പാടി നമുക്ക് അലക്കാം. ഇതും ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ടാണ്. ഇത് എൻ്റെ ഒരു പടം തന്നെയാണ്, പുണ്യാളൻ അഗർബത്തീസ്. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം വെടി തൃശ്ശിവപ്പൂരൂര്. നടുവിലെ പച്ചക്കോട പിടിക്കണ കാട്, വട്ടത്തില് കൂടുവാനവിടിടമുണ്ടൊരു പാട്. തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്, പോരണമെങ്കിൽ പോരണം ഗടി തൃശ്ശിവപ്പൂരൂര്. ഞാനും വരാം തൃശ്ശിവപ്പൂരൂർ പൂരം കാണാം. കാന്തേ നീയും പോരെ തൃശ്ശിവപ്പൂരൂർ പൂരം കാണാൻ. പുത്തൻപള്ളി ഓത്തുപള്ളി പിന്നമ്പലങ്ങള് കാവ്, 10,000 വന്ന് ചേരും പട്ടണം ചോറ്. പാട്ടുകളും നാടകം നല്ല അസൽ വായനശാല, ആനമയിലൊട്ടകം കളിയാടണ മൃഗശാല.
ആനക്കമ്പം കമ്പക്കെട്ടിന് കമ്പമുള്ളവരേറെ മുഞ്ചിടിപ്പിന്നൊച്ചയുത്സവ ചെണ്ട കൊട്ടണ പോലെ എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി വേറെ പോരണമെങ്കിൽ പോരണം വെടി തൃശ്ശിവപ്പൂരൂരോ കാമ്പ ഞാനും വരാം തൃശ്ശിവപ്പേരൂർ പൂരം കാണാം കാന്തേ നീയും പോരേ തൃശ്ശിവപ്പേരൂർ പൂരം കാണാൻ കാമ്പ ഞാനും വരാം തൃശ്ശിവപ്പേരൂർ പൂരം കാണാൻ കാന്തേ നീയും പോരേ തൃശ്ശിവപ്പേരൂർ പൂരം കാണാൻ. നാടൻ കുഞ്ചയിലേതിത്തൈ തകതകതേതു കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തിത്താരാതൈതൈ കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതകതേതോ പുരവെട്ടനാള് വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതോ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതകതേതോ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതകതേതോ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതകതേതോ പെട്ടച്ചനെ തടുത് പോലെ തന്നെ തടുത് ചടയോ മെച്ചട്ടോ തക്ക് തടുത് ബോലെ തറാറാ ബോലെ തറാറാ. അപ്പോൾ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. ഈ NSSന്റെ നായർ സാംസ്കാരിക സമിതിയുടെ 25th ആനിവേഴ്സറിക്ക് 25ാം പിറന്നാളിന് രജത ജൂബിലിക്ക് അതോടൊപ്പം തന്നെ മന്നം ജയന്തിയുടെ 149ാം ആഘോഷത്തിന് എന്നെ ക്ഷണിച്ച് സന്തോഷം. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട വിനീതിന് അതുപോലെ സുമയ്ക്ക്, വിനീത സുമം രണ്ടുപേരും ബെസ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. അത്രയും നല്ല സുഹൃത്തുക്കളായി. വിനീതും സുമയ്ക്കും നന്ദി പറയുന്നു. സുമയുടെ മറ്റേ അമ്മാവനല്ല വല്യച്ഛനാണ് എന്നെ പരിപാടിക്ക് പോകാൻ പറഞ്ഞത്. വല്യച്ഛനെ ഞാൻ അറിയിച്ചോളാം പറയണം പരിപാടി. സന്തോഷം. പിന്നെ ഇവിടുത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ശബ്ദക്രമീകരണത്തിന് പ്രത്യേകം നന്ദി. ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനോജിന് പ്രത്യേകം നന്ദി. ആനയ്ക്ക് 4 കാലാണ്, അതിനൊരു പാപ്പാൻ ഉണ്ടാവും. പക്ഷെ ക്യാമറയ്ക്ക് 3 കാലേ ഉള്ളൂ, അതിനുണ്ട് ഒരാൾ പാപ്പാൻ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം എനിക്കിന്ന് വേറെ സന്തോഷം, എൻ്റെ മുംബൈയിലുള്ള 4 സുഹൃത്തുക്കൾ ഭൂപേഷ്ജി അറിയാലോ, ഇവിടെ തന്നെ നിങ്ങൾ ആയുർവേദിക് വലിയ സെൻ്ററാണ് അഗ്നി അല്ലേ, എനിക്ക് അത് അദ്ദേഹത്തിൻ്റെയാണ്. എനിക്ക് ഭൂപേഷ് ബാബുജി 50 കൊല്ലമായിട്ട് ഇവിടെയാണ്. പിന്നെ ഹരിഹരൻ സാറാണ്, അദ്ദേഹമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹവും ഇവിടുത്തെ ഒരു വലിയ സാമൂഹ്യ സംഘടനയുടെ ആളാണ്. മനോജ് മാളവിക ഇവൻറ്റ് കണ്ടക്ടറാണ്, സ്നേഹിതനാണ്. പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരൻ എന്തൊരു തേങ്ങ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ്, സതീഷ് നായർ. ഇത്ര പേരല്ലേ നമ്മുടെ കൂടെ വന്നിട്ടുള്ളൂ. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഫുഡ് അനൗൺസ് ചെയ്തില്ലേ, അപ്പം എൻ്റെ ചങ്ക് കലങ്ങി. ഇതിൽ കൂടെ ഒരു തീ ഇങ്ങനെ കയറി വന്നു, ഇവിടെയൊക്കെ ഹാർട്ട് അടിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 4 പേരുണ്ടാവില്ലേ കാണാനേ? ഭൂപേഷ് ബാബുജി ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിർത്തി പോവാറായില്ലടാ എന്നാണ് ആ ചോദ്യം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം. താങ്ക് യു ജയരാജ് ചേട്ടാ. ഞാൻ എന്താ പറയുക, എല്ലാ ഡിസ്ട്രിക്ട്സും ഞങ്ങൾ കേട്ടു, പാട്ട് കേട്ടു, പിന്നെ ആൾക്കാരുടെ ചിരി, അതെല്ലാം ഏട്ടൻ്റെ സന്തോഷം, അത് കുറേ കേട്ടു. താങ്ക് യു. മേ ഐ റിക്വസ്റ്റ് ശ്രീകല ആൻഡ് അശ്വതി.
ഇൻഡോർ കോമ്പറ്റീഷൻ നടന്നിരുന്നു. അതിൽ 2 കാറ്റഗറിക്ക് നമുക്ക് പ്രൈസൊക്കെ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതിൽ കുട്ടികൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് പേര് വിളിക്കാം. മലയാളം ക്രിയേറ്റീവ് റൈറ്റിംഗിന് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ശ്രുതി CA നായർ, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മിനി പ്രദീപ്, ആൻഡ് തേർഡ് ഗോസ് ടു ശിവദാസ് K Menon. Requesting Srikala ma'am to give the mementos. മിനി പ്രദീപ് ഉണ്ടോ ഇവിടെ? ശിവദാസ് K Menon. First prize goes to Shruti CA. Second prize goes to Mini Pradeep. And third prize goes to Shivdas K Menon. English, Vaishnavi Vinod Kumar Pillai. First prize. Second prize Vismaya Vinod Kumar Pillai. Third prize Anushka Nair. Requesting Ashwati to please hand over the mementos. Second കൊടുത്തോളൂ. And third Anushka Nair, senior. Prasad T Nair first prize and Shaji PM second prize. Requesting Muralidharan sir to hand over the prizes please. Second prize ഷാജിയേട്ടൻ, നമ്മുടെ സ്വന്തം ട്രഷറാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ഈ പരിപാടിയുടെ വിജയം. ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മുടെ മുഖ്യ പ്രഭാഷകർ സംസാരിച്ചു. അത് നിങ്ങൾക്കെല്ലാവർക്കും ആസ്വാദ്യകരമായി എന്ന് കരുതുന്നു. അന്തിമമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ ചുമതല. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട NSS പ്രസിഡന്റ് ശ്രീ ശശിയേട്ടൻ, ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച സെക്രട്ടറി ശ്രീ PC ശിവദാസ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ജോയിൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരു ഉജ്ജ്വല പ്രഭാഷണം നടത്തിയ ശ്രീ ഡോക്ടർ ലക്ഷ്മി ശേഖർ, പീയൂഷ് ജി, അതുപോലെ സ്വതസിദ്ധമായ നർമ്മം കൊണ്ട് സദസ്സിനെ കയ്യിലെടുത്ത ഹാസ്യകലാകാരൻ ശ്രീ ജയരാജ് വാര്യർ എന്നിവർക്കും ഞാൻ NSS പൻവേലിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പൻവേലിലെ വിവിധ സംഘടനാ പ്രതിനിധികൾക്കും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എൻ്റെയും NSSൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പരിപാടി മനോഹരമായി ആങ്കറിംഗ് ചെയ്ത ശ്രീ വിനീത് മേനോനും ശ്രീമതി സുമാ മേനോനും നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ലേഡീസ് വിങ് ഉണ്ട്. അവർക്കും തിരുവാതിര ആഘോഷം വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് സൗകര്യമൊരുക്കിയ രവിജി പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. വീഡിയോഗ്രാഫി ചെയ്ത MP മനോജ് 35 വർഷമായി ഈ ഫീൽഡിലുള്ള ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ഭക്ഷണം ഒരുക്കിയ കൃപ കേറ്ററേഴ്സിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഈ നന്ദി പ്രകാശനത്തിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുമായി സംഘടിച്ച എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ദേശീയ ഗാനത്തിന് ശേഷം ഈ പരിപാടി അവസാനിക്കുന്നതായിരിക്കും. ജനഗണമനാധിനായക
अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना रंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय दाता जनगण मंगल नायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे भारत माता की जय।